ഹലോ ഫ്രണ്ട്സ്, പ്രകൃതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. രാവിലെ ഉറക്കമുണർന്ന ഉടൻ തന്നെ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിൽ ഒന്നാണ്. സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയെ തൊടുമ്പോൾ ചുറ്റുമുള്ള ചെടികളും മരങ്ങളും പുതുജീവൻ നേടിയതുപോലെ തോന്നും. ഇലകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളികൾ മുത്തുകൾ പോലെ തിളങ്ങുകയും മനസ്സിന് അപൂർവമായ സന്തോഷം പകരുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ മടിത്തട്ടിൽ ചെലവഴിക്കുന്ന ആ നിമിഷങ്ങൾ നമ്മുടെ ഹൃദയത്തെ ശാന്തമാക്കുന്നു. പക്ഷികളുടെ മധുരമായ കൂജനവും ഇലകളിലൂടെ വീശിയെത്തുന്ന കാറ്റിൻ്റെ സംഗീതവും ചേർന്ന് ഒരു പ്രത്യേക അനുഭൂതി സൃഷ്ടിക്കുന്നു. ആ സമയത്ത് നഗരജീവിതത്തിൻ്റെ തിരക്കുകളും ആശങ്കകളും മറന്ന് നാം പ്രകൃതിയുമായി ഒന്നായി മാറുന്നു. ചെടികളുടെ അടുത്ത് നിൽക്കുമ്പോൾ അവയുടെ നിശബ്ദമായ ഭാഷ നമ്മെ പലതും പഠിപ്പിക്കുന്നു. ക്ഷമയോടും സഹനത്തോടും വളരാൻ അവ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഓരോ പുതിയ ഇലയും ഓരോ വിരിയുന്ന പൂവും ജീവിതത്തിലെ പ്രതീക്ഷയുടെ സന്ദേശമാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സിലെ ഭാരം കുറയുകയും പുതിയ ഊർജവും ആത്മവിശ്വാസവും ലഭിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരക്കേറിയ ലോകത്തിൽ പ്രകൃതിയുമായി ചെലവഴിക്കുന്ന ഇത്തരം പ്രഭാത നിമിഷങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യവും സന്തോഷവും നൽകുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കുറച്ച് സമയം പ്രകൃതിയോടൊപ്പം ചെലവഴിക്കുന്നത് ജീവിതത്തെ കൂടുതൽ മനോഹരവും അർത്ഥവത്തവുമാക്കുന്നു. നമ്മുടെ ചെടികളിൽ കാണപ്പെടുന്ന പ്രാണികളെയും പുഴുക്കളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെടികൾക്ക് ദോഷം ചെയ്യുന്നവയെ സംയോജിതമായി നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഓരോ ചെടിയും നമ്മുടെ പരിചരണവും സ്നേഹവും പ്രതീക്ഷിച്ചാണ് വളരുന്നത്. അവയുടെ ഇലകളിലും തണ്ടുകളിലും ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ അവയെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ കഴിയൂ. ഒരു തോട്ടക്കാരന് ചെടികൾ വെറും സസ്യങ്ങളല്ല, അവ കുടുംബാംഗങ്ങളെപ്പോലെയാണ്. അതുകൊണ്ട് തന്നെ അവയെ ബാധിക്കുന്ന കീടങ്ങളെയും രോഗങ്ങളെയും കണ്ടെത്തി പരിഹരിക്കുന്നത് ഒരു കടമ മാത്രമല്ല, പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനവുമാണ്. ചെടികൾ ആരോഗ്യത്തോടെ വളരുമ്പോൾ അവ നൽകുന്ന പച്ചപ്പും പൂക്കളും ഫലങ്ങളും നമ്മുടെ പരിശ്രമത്തിനുള്ള ഏറ്റവും വലിയ പ്രതിഫലമായി മാറുന്നു. ഒരു തോട്ടക്കാരന് ചെടികൾ വെറും സസ്യങ്ങളല്ല, അവ കുടുംബാംഗങ്ങളെപ്പോലെയാണെന്ന് പറഞ്ഞല്ലോ. ഓരോ തൈയും സ്വന്തം മക്കളെപ്പോലെ സ്നേഹത്തോടെയും കരുതലോടെയും വളർത്തപ്പെടുന്നു. ഒരു പുതിയ ഇല വിരിയുമ്പോൾ അത് സന്തോഷം നൽകുന്നു. ഒരു പൂവ് വിടരുമ്പോൾ അത് അഭിമാനമായി മാറുന്നു. അതുപോലെ ഒരു ചെടി വാടുകയോ രോഗബാധിതമാവുകയോ ചെയ്താൽ ഒരു കുടുംബാംഗത്തിന് അസുഖം വന്നതുപോലെയുള്ള വേദനയും അനുഭവപ്പെടുന്നു. ദിവസവും അവരെ പരിപാലിക്കുവാനും അവയുടെ വളർച്ച ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഒരു ജോലി മാത്രമല്ല, ഹൃദയത്തോട് ചേർന്ന ഒരു ബന്ധമാണ്. ചെടികൾ സംസാരിക്കില്ലെങ്കിലും അവയുടെ ഓരോ മാറ്റവും തോട്ടക്കാരൻ്റെ മനസ്സിനോട് സംസാരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു യഥാർത്ഥ തോട്ടക്കാരൻ തൻ്റെ ചെടികളെ വെറും സസ്യങ്ങളായി കാണാതെ സ്നേഹവും ജീവനും നിറഞ്ഞ കുടുംബാംഗങ്ങളായി കാണുന്നത്.